ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇലക്ഷൻ വന്നത്. അപ്പോൾ ഇലക്ഷൻ വന്നു, പിന്നെ അതുപോലെ കുറേ സർവീസ് വിഷയങ്ങളൊക്കെ വന്നു. എന്നാലും നമ്മൾ ആത്മീയത, സ്പിരിച്വാലിറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഈ വീഡിയോയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ചാനലാണ് സുഭാഷിതം. ബേസിക്കലി ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ എല്ലാ വിവാദങ്ങൾക്കും അപ്പുറം ശരിതെറ്റുകൾ എന്താണെന്ന് സമൂഹത്തെ മനസ്സിലാക്കിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി ഹരിവരാസനത്തിൻ്റെ ചില ഗവേഷണ പഠനങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഈ ഹരിവരാസനത്തിൻ്റെ ഒറിജിനൽ എഴുതിയിരിക്കുന്ന സുന്ദരം അയ്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് കിട്ടിയ കുറേ വിവരങ്ങൾ വളരെ മനോഹരമാണ്. അത് അയ്യപ്പ ക്ഷേത്രവുമായും ശബരിമലയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുവിടുന്നത്. തിരുനെൽവേലി ജില്ല, അന്ന് തമിഴ്നാടല്ല, തിരുക്കൊച്ചിയിൽ കിടക്കുന്ന, നമ്മുടെ തിരുവിതാംകൂറിൽ കിടക്കുന്ന തിരുനെൽവേലി, പിന്നെയാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. താമരപർണി നദിയുടെ പുണ്യതീരത്ത് സ്ഥിതി ചെയ്യുന്ന കരന്തയ്യർ പാളയം അല്ലെങ്കിൽ കല്ലടക്കുറിച്ചി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഗ്രാമമുണ്ട്. ഈ കല്ലടക്കുറിച്ചി ഗ്രാമമുണ്ട്. അത് ഈ കമ്പം അയ്യർക്ക്, സുന്ദര അയ്യരും ഒക്കെ ഉള്ള ഗ്രാമമാണ്. അവരാണ് പിന്നെ കേരളത്തിൽ 300 വർഷങ്ങൾക്ക് മുമ്പ്, 600 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പേരും, പിന്നെ 300 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പേരും വന്നിട്ട് കേരളത്തിൽ ശാസ്താംകോട്ടയും പിന്നെ ആര്യങ്കാവിലും പിന്നെ കുളത്തൂപ്പുഴയിലും അമ്പലപ്പുഴയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അയ്യർമാരുടെ കുടുംബം താമസിച്ചത്. ബ്രാഹ്മണന്മാരാണല്ലോ അയ്യർമാർ എന്നറിയപ്പെടുന്നത്. ഈ അവരുടെ കുലദൈവം ശാസ്തായാണ്. ഈ എങ്ങനെയാണ് ഈ കുലദൈവം ശാസ്ത ആയെന്നുള്ളത് മധുരയ്ക്ക് മാത്രമല്ല, അവിടെ മാത്രമല്ല, മധുര, തിരുനെൽവേലി, തൂത്തുക്കുടി, അതുപോലെ അംബാസമുദ്രം, കല്ലടക്കുറിച്ചി, അമ്പൂർ, ആഴാർകുറിച്ചി, രംഗസമുദ്രം, ബ്രഹ്മദേശം, അടയച്ചാണി, തെങ്കാച്ചി, സെങ്കോട്ട, കുറ്റാലം, പിന്നെ സുന്ദരപാണ്ഡ്യം, സുരണ്ടൈ, രാജപാളയം, കടയനല്ലൂർ, ശ്രീവിളിപുത്തൂർ, വത്രായിരുപ്പ് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ശ്രീശാസ്തയെ പൂജിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം വരുന്നത് ഈ കല്ലടക്കുറിച്ചിയിൽ നിന്നാണ്. ശാസ്താവ് എന്ന പേര്, പക്ഷെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ശാസ്താവ് എന്നല്ല, അയ്യനാർ എന്നാണ്. അത് പൂർണ്ണ പുഷ്കലയുമായിട്ടൊക്കെ ഉള്ള ബിംബങ്ങളും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ധാരാളം അയ്യനാർ ക്ഷേത്രങ്ങളിൽ ഈ തിരുനെൽവേലി ജില്ലയിലും മധുര ജില്ലയിലുമായിട്ട് ധാരാളം അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. ശാസ്ത എന്നും ഭൂതനാഥൻ എന്നറിയപ്പെടും, കല്യാണഭരതൻ, ഹരിഹരപുത്രൻ, പിന്നെ അതുപോലെ മുത്തയ്യൻ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അയ്യപ്പനെ ഈ ശാസ്താവിനെ അറിയപ്പെടുന്നുണ്ട്. പൊന്നമ്പലമേറ്റിലിരിക്കുന്ന ശാസ്താവും ഇതിലൊരു ശാസ്താവാണ് എന്ന് പറയുന്ന ഒരു കഥ കൊണ്ട് ഈ ശാസ്താവിനെ കുലദൈവങ്ങളായി അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പോയി, ഈ കല്ലടക്കുറിച്ചി അല്ലെങ്കിൽ തിരുനെൽവേലി ഭാഗങ്ങളിൽ പോയി കണ്ടാൽ ഹരിഹരൻ എന്നും ഭൂതത്താനെന്നും സടയപ്പൻ, കല്യാണം, ആര്യ, അയ്യപ്പൻ, മണികണ്ഠൻ, അയ്യാമണി, കുളത്തുമണി, ഇങ്ങനെ ആൺകുട്ടികൾക്ക് ഇത്തരം പേരുകൾ വരും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രഭ, പൂർണ്ണ, പുഷ്കല, പൂർണ്ണ പുഷ്കല, അങ്ങനെ തന്നെ പേരുന്നുണ്ട്. ഹരിണി, ഹരിപ്രിയ, രാജേശ്വരി, പൊന്നമ്മാൾ, പൊന്നി, ഇങ്ങനത്തെ പേരുകളൊക്കെ വരാറുണ്ട്. ഈ പേരിടുന്നത് വഴി ഇതിനകത്തൊരു വളരെ കൃത്യമായൊരു ചരിത്രമുണ്ട്. ഒരു ഐതിഹ്യമായിരിക്കും, അത് കഥയായിരിക്കും ചിലപ്പോൾ, എന്നാലും ഐതിഹ്യമാണല്ലോ. ഐതിഹ്യമുണ്ട്, കഥയുണ്ട്, പിന്നെ നടന്ന കാര്യങ്ങളുണ്ട്. പല തരത്തിലാണ് ഓരോ ധാരകൾ വരുന്നത് ഹിന്ദു മതത്തിൽ. ദൈവികമായ തലത്തിൽ വരും, ആത്മീയ തലത്തിൽ വരും, ഭൗതിക തലത്തിൽ വരും, യോഗാ തലത്തിൽ വരും, ഇങ്ങനെ പല തലത്തിൽ വരാറുണ്ട്. എന്തായാലും ഒരു കഥ പറഞ്ഞു കേൾക്കുന്നത്, അവിടെ ഈ 18ഓളം അഗ്രഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഗ്രഹാരങ്ങളിൽ ഒരു അഗ്രഹാരത്തിൽ ഉള്ള വിജയൻ എന്ന ബ്രാഹ്മണൻ തന്റെ ഭാര്യയോടൊപ്പം കരന്തയ്യർ പാളയത്തെന്ന കല്ലടക്കുറിച്ചിയിൽ താമസിച്ചിരുന്നു. അവർ വളരെ പിന്നെ ദൈവത്തിനെ ഭക്തിയോടുകൂടി ശാസ്താവിനെ, അന്ന് ശാസ്താവിന് മുമ്പ് ഈ സങ്കല്പമുണ്ട് കേട്ടോ, മഹാഭാരതത്തിന്റെ അല്ലെങ്കിൽ പുരാണങ്ങളിൽ തന്നെ ശാസ്താവിന്റെ സങ്കല്പമുണ്ട്, ഹരിഹരപുത്രന്റെ സങ്കല്പമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇവർ പ്രാർത്ഥിക്കുകയും ഒരു ദിവസം ഒരു ബാലൻ അവരെ വീട്ടിൽ രാത്രിയിലെത്തി, കനത്ത മഴയത്താണ് വന്നത്. അപ്പൊ ബാലൻ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അവിടെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കമ്പക്കൂഴ് എന്ന് പറയുന്ന ഒരുതരം പുല്ല്, അന്നത്തെ ധാന്യം പൊടിച്ച് അത് കഞ്ഞി വെച്ച് കൊടുക്കുന്ന, ഇടിച്ച് പൊടിച്ച് കഞ്ഞി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്, ശാസ്താവിന്റെ ബാലൻ വന്നെന്നാണ്, ശാസ്താവ് ഒരു ബാലനായി വന്നു എന്നാണ് കഥ. അതിൽ സന്തുഷ്ടനാവുകയും അതിൽ ഉടനെ തന്നെ അന്ന് രാത്രി അവിടെ കിടന്നോട്ടെ ചോദിക്കുകയും രാത്രി അവിടെ കിടക്കുകയും അത് വളരെ സന്തോഷത്തോടെ അത് എടുക്കുകയും പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടിമയാണ്, ഞാൻ ശാസ്താവിന്റെ രൂപമാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അത് വലിയ രൂപത്തിലേക്കൊക്കെ പോയി. അവിടെ നിന്ന് അന്ന് മുതലാണ് ശാസ്താപ്രീതി വരുന്നത്. ഈ ശാസ്താപ്രീതി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള അർത്ഥം. അപ്പൊ ശാസ്താവിനെ പ്രീതിപ്പിക്കുന്ന ഒരു പരിപാടി അന്ന് മുതൽ അവിടെ അവർ നടത്തിയിരുന്നു, ഈ കരന്തലപ്പാളയത്ത് നടത്തിയിരുന്നു കല്ലടക്കുറിച്ചി. അത് പിന്നെ വ്യാപിച്ച് അവർ പോയ ആ കുലം പോയ സ്ഥലങ്ങളിലൊക്കെ അത് വന്നിരുന്നു. അങ്ങനെ അത് തീർച്ചയായിട്ടും ഈ ശാസ്താപ്രീതി നടന്ന സ്ഥലത്തെ, ഇന്ത്യയിൽ ആദ്യത്തെ ശാസ്താപ്രീതി നടക്കുന്ന അവിടെയാണ്. തെൻപൊതികൈ കാറ്റടിക്കുന്ന താമരപ്പറഞ്ഞ് ഒഴുകുന്ന തിരുനെൽവേലി ജില്ലയുടെ ഈ കല്ലടക്കുറിച്ചിയിലാണ് നടന്നത്. 18 അഗ്രഹാരങ്ങളാണ് 8 ഗ്രാമങ്ങളിലായിട്ടുള്ളത്. വൈദ്യപപുരം, തോന്തിവിളാകം, രാമചന്ദ്രപുരം, തെന്നൂർ, ശ്രീവരാഹപുരം, വീരപ്പപുരം, പട്ടനയ്യനാർപുരം, മുതലിയപ്പപുരം, ഏകാംബരപുരം, ഇങ്ങനെ 8 ഗ്രാമങ്ങളാണുള്ളത്. ഇവരെ ഈ ഗ്രാമങ്ങളിലെ ആൾക്കാരെ കിഴിക്കാർ എന്നാണ് കിഴിക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചിരുന്നത്. ഇവർ നടത്തുന്ന ആടിമാസത്തിലാണ് ഇവർ ഇതൊക്കെ നടത്തുന്നത്. ദക്ഷിണായന പുണ്യകാലത്ത് ശനിയാഴ്ച അവർ ശാസ്താപ്രീതി നടത്തുകയും അടുത്ത ദിവസം ഞായറാഴ്ച സൂര്യനാരായണ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന
പരിപാടിയുണ്ട്. പെരിയ അടിയന്തരം എന്നാണ് അതിന്. അത് വലിയ, പെരിയ മീൻസ് അറിയാം, ചെറുത്, ചിന്ന ആൻഡ് പെരിയ അടിയന്തരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള കാര്യങ്ങളും തിരന്തരാന്താപുരി വാസനെ ശരണമയ്യപ്പ, കരന്തയ്യർ പാളയത്ത് ഉറയുവോനെ ശരണം അയ്യപ്പ, കരുണാസാഗര കടലോനെ ശരണം അയ്യപ്പ, തെൻകുളത്തൂരിൽ അയ്യനെ ശരണം അയ്യപ്പ, കുമ്പംകുടിക്ക് ഉടയമയെ ശരണം അയ്യപ്പ, ഉൻ പൊന്നടിക്ക് അടിമയെ ശരണം അയ്യപ്പ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള അയ്യർ കുലത്തിൽപ്പെട്ടിട്ടുള്ള കരന്തറൈപ്പാളയത്തിലെ കല്ലടക്കുറിച്ചിലുള്ള കുറെ അയ്യർമാർ കേരളത്തിൽ വരികയും അതിൽ ഒരു അനന്തകൃഷ്ണ അയ്യരും അടക്കമുള്ള ആളുകളൊക്കെ കേരളത്തിൽ വന്ന് താമസിച്ചു. അതിൽ ഒരു അയ്യരാണ് ഈ സുന്ദര അയ്യർ എന്നൊക്കെ പറയുന്ന അയ്യർ. അവർ കുറച്ചുപേർ ചേലക്കരയിൽ വന്ന് താമസിച്ചു, കുറച്ചുപേർ കുളത്തൂപ്പുഴ താമസിച്ചു, കുറച്ചുപേർ ശാസ്താംകോട്ട് താമസിച്ചു, കുറച്ചുപേർ തിരുവനന്തപുരത്ത് വന്നിരുന്നു, പിന്നെ കുറച്ചുപേർ അമ്പലപ്പുഴ താമസിച്ചിരുന്നു. ഇവർ പോയെന്ന സ്ഥലങ്ങളിലെല്ലാം ശാസ്താ ക്ഷേത്രങ്ങൾ പണിയുകയോ ഉള്ള ശാസ്താ ക്ഷേത്രങ്ങൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നു. മാത്രമല്ല ഇവർ ബ്രാഹ്മണ സമൂഹവും അയ്യർ സമൂഹവും ആയതുകൊണ്ട് കേരളത്തിൽ എവിടെ താമസിക്കാൻ പോയാലും അവിടെ ഒരു ശാസ്താപ്രീതി പരിപാടി, കളംവരപ്പും ശാസ്ത്രപ്രീതി പരിപാടി മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ശബരിമല സീസൺ വരുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് വരുന്നത്, ഒരു കളമെഴുത്ത് പരിപാടി വരുന്നുണ്ട്. കഞ്ഞിവീത്ത് പോലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ശാസ്താവിന്റെ പ്രതിഷ്ഠ പല ക്ഷേത്രങ്ങളിലും കാണുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത് തുടങ്ങി വന്നത്. പിന്നെ അഗസ്ത്യമലയുടെ താഴ്വരയിൽ, തമിഴ്നാട് ഭാഗത്തുള്ള അഗസ്ത്യമലയ്ക്കകത്ത് പിന്നെ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശാസ്താ ക്ഷേത്രം ഉണ്ടെന്നും അവിടെ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള ചരിത്രമുണ്ട്. അപ്പൊ എന്തായാലും ശബരിമല ശാസ്താ ക്ഷേത്രം പണിതത് പരശുരാമന്റെ കാലത്താണെന്നും എന്നുള്ള കഥകളുണ്ട്. അതേസമയം ആ ക്ഷേത്രത്തിൽ പിന്നെ മണികണ്ഠൻ വിലയം പ്രാപിച്ച കഥകളും പിന്നെ മഹിഷിയെ കൊന്ന കഥകളും വേറെ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഈ ശാസ്താ സങ്കല്പം വരുന്നത്, ശാസിക്കുന്നവൻ ശാസ്താവ് എന്നുള്ള സങ്കല്പത്തിൽ ശാസ്താ സങ്കല്പം വരുന്നതിൽ ഇതിൽ വലിയൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ ഇത് അയ്യനാർ സങ്കല്പമായിട്ടാണ് അറിയപ്പെടുന്നത്. കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇത് ശാസ്താവെന്നും. പിന്നെ ഇതിന്റെ തന്നെ ആര്യന്മാരുടെ ഒരു ദൈവസങ്കല്പമുണ്ട്, ദ്രാവിഡന്മാരുടെ ദൈവസങ്കല്പമുണ്ട്. ഇതിൽ ഈ ആര്യ ദ്രാവിഡ ദൈവസങ്കല്പം എടുക്കുമ്പോൾ അതിൽ ചാത്തൻ, കുട്ടിച്ചാത്തൻ, ശാസ്താവ്, അയ്യനാർ ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും ഇവയെല്ലാം ഓരോ സ്ട്രീമുകളായി, അല്ലാതെ ചാത്തൻ അയ്യപ്പനായി, അയ്യപ്പൻ അയ്യനാറായി അങ്ങനെയല്ല, പല സ്ട്രീമുകളിലായി ഇവർ ഇങ്ങനെ. കാരണം ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ചിലപ്പോൾ കുഴപ്പവും എന്ന് പറഞ്ഞാൽ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്, വാള് കൊണ്ടുവച്ച് തുള്ളിയാൾ വെളിച്ചപ്പാട്, വച്ച് തുള്ളിയാൾ വെളിച്ചപ്പാട്, കൊണ്ടുകൊടുത്തവൻ വെളിച്ചപ്പാട്, തുടയ്ക്കാൻ വെച്ചവൻ വെളിച്ചപ്പാട്, കണ്ടോണ്ടിരുന്നവൻ വെളിച്ചപ്പാട്, വാളെന്ന് കേട്ടവനും വെളിച്ചപ്പാട്. അതാണ് ഹിന്ദു സമൂഹത്തിന്റെ ഒരു കുഴപ്പം. സകലവരും ഇത് വെളിച്ചപ്പാടാവും. അതേസമയം അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു മനോഹാരിതയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ആർക്ക് വേണോ വെളിച്ചപ്പാടാകാം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് കഥകളും ഉപകഥകളും ഇങ്ങനെ വരും. അപ്പൊ അതാണ് അയ്യനാരിലും അയ്യ ഉണ്ട്, അതുകൊണ്ട് അയ്യപ്പനും അയ്യ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. അപ്പം നമ്മുടെ ഇദ്ദേഹം പറയുന്ന പോലെ ഈ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ ചിലപ്പോഴൊക്കെ തള്ളിമറിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. അയ്യപ്പൻ ഒരു ഈഴവനൊരു അയ്യപ്പൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നായർക്കൊരു അയ്യപ്പൻ ഉണ്ടായിരുന്നു, അത് ക്രിസ്ത്യാനിക്കൊരു അയ്യപ്പൻ, ഇങ്ങനെ അയ്യപ്പൻ എന്നൊക്കെ ഉണ്ട്, അതിൽ ഏത് അയ്യപ്പൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ആളെയൊക്കെ ഭ്രാന്താവും. അപ്പൊ അതുപോലത്തെ പല പരിപാടികളും ബഹുവിധത്തിൽ പോകാൻ കിട്ടിയ സ്വാതന്ത്ര്യത്തെ അവനവനിസത്തിലേക്ക് കൊണ്ടുപോയതിന്റെ ദുരന്തങ്ങളും ഹിന്ദു സമാജം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കഥ വളരെ വ്യത്യസ്തമാണ്. ശൗര്യമല എങ്ങനെ ചൂരൽമല ശൗര്യമലയും എങ്ങനെ ശബരിമലയായി, അതിലുമുണ്ട് ഒരുപാട് കഥകൾ. നമുക്ക് രസകരമായ കഥകൾ പഠിക്കാം, ഐതിഹ്യം പഠിക്കാം, അതിൽ നിന്ന് സത്ത മാത്രം എടുക്കാം, കഥയെ നമുക്ക് കളയാം.